നമ്മുടെ ശരീരത്തിന്റെ ഒരു മെയിൻ കെമിക്കൽ ഫാക്ടറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ബൈൽ പ്രൊഡക്ഷൻ എന്ന് പറയും. ബൈൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫാറ്റ് നമ്മുടെ ഫുഡിനകത്ത് നല്ല ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബൈൽ. അപ്പൊ ഈ ബൈൽ പ്രൊഡക്ഷനും ലിവറിനകത്താണ്. അപ്പൊ ലിവറിനകത്ത് എന്തോരം കാര്യങ്ങളാണ് നോക്കൂ. അപ്പൊ നമ്മൾ വല്ലതും വിചാരിക്കേണ്ട എന്തൊക്കെ പ്രോസസ്സിനകത്താണ് ലിവർ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ലിവർ പുവർ ആയാൽ വീക്ക് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാത്തിന്റെ റിവേഴ്സ് നോക്കിയാലോ, ഇൻഡൈജഷൻ വന്നു, ബ്ലോട്ടിംഗ് വരുന്നു, ന്യൂട്രിയൻസ് വേണ്ട രീതിയിലേക്ക് ശരീരത്തിലേക്ക് കിട്ടുന്നില്ല, ടോക്സിൻസ് വന്ന് ബോഡിയിൽ നിറയുന്നു, പിന്നെ എന്താ ഗട്ട് ഹെൽത്തിനെ അത് ബാധിക്കുന്നു, ഹോർമോൺ റെഗുലേഷൻസ്, പല ഹോർമോണിന്റെ പ്രൊഡക്ഷൻസും അതിനെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ഹോർമോൺ റെഗുലേഷൻസ് ഇല്ലാണ്ട് വരുന്നു. അപ്പൊ നമ്മുടെ ഒരു ലിവർ അൺഹെൽത്തി ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥിരമായിട്ടൊരു അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോയാൽ തൈറോയിഡ്, PCOS, മൂഡ് സ്വിങ്സ്, പല രീതിയിലുള്ള ഇഷ്യൂസിലേക്ക് നമുക്ക് പോവാം. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യണത് ഒരു ഹെൽത്തി ലിവറാണ്. ഒരു ഹെൽത്തി ഡിഫൻസ് സിസ്റ്റം ആണ് ഹെൽത്തി ലിവർ എന്ന് പറഞ്ഞാൽ. ഹെൽത്തി ലിവർ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു ഹെൽത്തി ഡിഫൻസ് സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇൻ ഷോർട്ട് പറഞ്ഞാൽ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ ഒരു ചെക്ക് പോയിന്റ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ചെക്ക് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാം. ഒരു ന്യൂട്രിയൻസിന്റെ ഒരു ബാങ്ക് ആയിട്ട് നമുക്ക് കാണാം. ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യണത് എല്ലാം അറ്റ് വൺസ്, ഓൾ അറ്റ് വൺസ് നമുക്ക് പറയാം. എല്ലാം ഒറ്റ രീതിയിൽ ചെയ്യാൻ കഴിവുള്ളതാണ് നമ്മുടെ ലിവർ. അപ്പൊ ഈ ലിവറിനെ എങ്ങനെയാണ് എഫക്റ്റഡ് ആവുന്നത്? ലിവറിനെ എഫക്റ്റഡ് ആവുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ സ്ട്രെസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുന്ന, നമുക്ക് അറിയില്ലേ, പല സ്ഥലത്തു നിന്നും വെള്ളം മാറി ചീത്ത വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ജോണ്ടിസ് വരാൻ കണ്ടിട്ടില്ല. അത് എഫക്ട് ചെയ്യണം എവിടെയാ? എപ്പോഴും എഫക്ട് ചെയ്യണം നമ്മുടെ ലിവറിൽ നിന്നാണ് എഫക്ട് ചെയ്യണം. അല്ല, ലിവറിനെയാണ് അത് എഫക്ട് ചെയ്യണം. പിന്നെ സ്ട്രെസ്, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ആന്റിബയോട്ടിക്സ് കുറെ അധികം കഴിക്കുന്ന ശീലമുള്ള ആൾക്കാർക്ക് ഇവർക്കൊക്കെ ലിവറിനെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ ലിവറിനെ കണക്ട് ചെയ്ത് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ട്, പിന്നെ എൻലാർജ്ഡ് ലിവർ എന്ന് നമുക്ക് പറയാം, ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ജോണ്ടിസ് ഉണ്ട്, അതേപോലെ സിറോസിസ്, ലിവർ സിറോസിസ് നമ്മൾ കേട്ടിട്ടില്ലേ. പിന്നെ നോൺ ആൽക്കഹോളിക് സ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഇങ്ങനെയുള്ളതൊക്കെയാണ് ലിവറിനെ കണക്ട് ചെയ്ത് വരുന്ന അസുഖങ്ങൾ. സിംറ്റംസ് എന്തൊക്കെയാണ്? പല രീതിയിൽ ഇപ്പൊ നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണ് മഞ്ഞച്ചിരിക്കും, മഞ്ഞ കളർ കണ്ണിന് വരിക. പിന്നെ വോമിറ്റിംഗ് സെൻസ്, ലിവറിന് എഫക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഇഷ്യൂസിന്റെ സിംറ്റംസ് ആണ് ഞാൻ പറയണേ. അതിനകത്ത് ഇപ്പൊ നമുക്കൊരു വോമിറ്റിംഗ് സെൻസേഷൻസ് വരാം, ടേസ്റ്റ് ഇല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് വരാം, ബ്ലോട്ടിംഗ് നമുക്ക് വരാം, നമുക്ക് എപ്പോഴും എപ്പോഴും ഒരു ബ്ലോട്ടഡ് ഫീലിംഗ് നമുക്ക് വരാം, വിശപ്പില്ലാണ്ടിരിക്കുക, ഇൻഡൈജഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലോട്ടിംഗ് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റൂളിന്, നമ്മുടെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അതിന്റെ കളറിനകത്ത് ഭയങ്കര വ്യത്യാസം വരിക, സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരിക, സ്കിൻ ഭയങ്കര ഡ്രൈ ആവണ ഒരു ഇത് വരിക, പിന്നെ നെഞ്ചൊരിച്ചില്, ഗ്യാസ്, പുളിച്ചു തേട്ടല്, പിന്നെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഒരു ബ്രെയിൻ ഫോഗ് നമ്മൾ പറയും. ഇങ്ങനെ